കർത്താവിൻ്റെ ഒരു പ്രത്യേകത, ആര് കരഞ്ഞാലും കർത്താവിൻ്റെ ഹൃദയം അലിയും. ഒരു പാപി കരഞ്ഞാലും ഒരു വിശുദ്ധൻ കരഞ്ഞാലും കർത്താവിന് റിസൾട്ട് സെയിമാണ്, കർത്താവിൻ്റെ ഹൃദയം അലിയും. അതുകൊണ്ടാണ് ആബേലിനെ കൊന്ന കായൻ അവൻ ഓടുന്നത് കണ്ടപ്പോൾ ദൈവം അവനെ സംരക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. നീ പറയണത് നിന്നെ തൊടുന്നവരെ ഞാൻ വെറുതെ വിടുകയല്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ കരച്ചിലുകൾ എടുക്കാൻ ഒരു ദൈവമുണ്ട് എന്നൊരു ബോധ്യം അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശയിൽ ജീവിക്കില്ല. ആരാണോ ഒറ്റപ്പെട്ട അവസ്ഥയിലിരിക്കുന്നത്, കൂടെയിരിക്കാൻ ദൈവമുണ്ട്. കൂടെയിരിക്കുന്ന ദൈവത്തെ അനുഭവിക്കാൻ ചിലപ്പോൾ ചില ഒറ്റപ്പെടലുകൾ ഉണ്ടായേ തീരുള്ളൂ. ജീവിതത്തില് ചില ഒറ്റപ്പെട്ട അവസ്ഥകളോട് നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. അന്നാണ് നമ്മൾ ദൈവത്തിന്റെ സ്നേഹം ഏറ്റവും ആഴത്തിൽ അനുഭവിച്ചത്. ദൈവം കൂടെയുണ്ട് എന്ന് ബോധ്യം നമ്മുടെ ഉള്ളിൽ അന്നാണ് നമുക്കുണ്ടായത്. സ്നേഹം, ഈ ഒറ്റപ്പെടലുകളൊക്കെ നല്ലതാണ്. അങ്ങനെ ഒറ്റപ്പെട്ട ചില മനുഷ്യരാണ് പിന്നീട് സമൂഹത്തിനൊക്കെ വലിയ നന്ദിയായിട്ട് പറയും. നമുക്കറിയാം, മോശ സ്വന്തം ജനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഈജിപ്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവനെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തു, അവനെ ദൈവം ഒരുക്കുകയാണ്. ഈ കരച്ചില്, വിധവയുടെ കരച്ചിൽ ഈശോ കാണുകയാണ്. പല വിധത്തിലുള്ള ദുഃഖങ്ങള്, പ്രയാസങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകാം. കർത്താവ് അത് കാണുന്നുണ്ട് എന്ന് ഉറപ്പാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ദൈവത്തിൽ വിശ്വസിക്കണം. ക്രിസ്തു എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഏറ്റവും സുന്ദരമായി നേരിടാൻ സാധിക്കും. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം. ഈശോ എന്നിട്ട് ഈ കണ്ണീരോടുകൂടി വിഷമിച്ചിരിക്കുന്ന ഈ വിധവയോട് പറയുകയാണ്, കരയണ്ട. എന്നിട്ട് ഈശോ വന്ന് ആ ശവമഞ്ചത്തിൽ തൊട്ടു, അത് വഹിച്ച് നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവെ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. യുവാവെ, എഴുന്നേൽക്കുക. പക്ഷേ ഈ വചനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒരു ഉറക്കത്തിലാണോ, ഒരു മരണാവസ്ഥയിൽ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല, ആരോടും വലിയ സ്നേഹമോ കടപ്പാടോ ഒന്നുമില്ല, പ്രാർത്ഥനകളോട് ഒരു തീഷ്ണതയൊന്നുമില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ നമുക്കൊരു ഉന്മേഷമില്ലായി എന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ ഈശോ നമ്മോട് പറയുകയാണ്, എഴുന്നേൽക്കുക. ചിലരൊക്കെ ചിന്തിക്കുന്നത് ഈ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നവര് അവര് ഈ തട്ടിപ്പാണ്. കാരണം വീട്ടിൽ ഉത്തരവാദിത്വം ചെയ്യണല്ലോ, അവിടെ ധ്യാനത്തിൽ പോയി എന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളിപ്പോൾ ധ്യാനിക്കാമെന്ന് നമുക്ക് കുറെ പേര് പറഞ്ഞു കാണില്ലേ? അപ്പൊ ചുമ്മാ പോവുകയാണ് ധ്യാനിക്കാൻ എന്നൊക്കെയാണ് പറയുന്നു. ഒരാഴ്ച പണിയെടുക്കണല്ലോ, അല്ലെ? ഒരാഴ്ച വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യണല്ലോ. ഇവര് തട്ടിപ്പാണെന്ന് പറയുന്നവരുണ്ട്. സ്നേഹമുള്ളവർ, യഥാർത്ഥത്തിൽ നമ്മള് ക്രിസ്തുവിന്റെ അഭിഷേകം സ്വീകരിച്ച് നമ്മള് ഇരട്ടി ജോലി ചെയ്യും, ഇരട്ടി നമ്മൾ വർക്ക് ചെയ്യും. അത് നമ്മൾ കാണുന്നത് മാതാവിനല്ല, അല്ലെ? മാതാവ് വലിയൊരു വെളിപാട് ലഭിച്ചിരിക്കുന്ന സമയമാണ്. ഒരു വലിയ സിദ്ധനെ പോലെ മാതാവിന് വേണേ അഭിനയിക്കാൻ പറ്റും. മാതാവ് ഇത് കേട്ട പാടെ, ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച പാടെ, എലിസബത്ത് ഗർഭിണിയാണെന്ന് വിവരം കേട്ടു, ഓടുകയാണ് എലിസബത്തിന്റെ അടുത്തേക്ക്. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തില് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ പ്രാർത്ഥനയിലും ധ്യാനത്തിലൂടെയും ലഭിച്ച ശക്തി നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ പോയി ആരും ഉപദേശിക്കാനൊന്നും പോകരുത്. നമ്മള് സ്നേഹിക്കാനാണ്, സ്നേഹം പകർന്നു കൊടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. സ്നേഹത്തോടുകൂടി അവരെ പരിഗണിക്കുക, ഓരോ വ്യക്തികളും അവിടെ കുറവോടുകൂടി അംഗീകരിക്കുക. എന്നിട്ട് ശാന്തമായിട്ട് നമുക്ക് വല്ല പറയാനുണ്ടെങ്കിൽ പറയുക. അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുള്ളൂ. നമ്മൾ ഓടിച്ചെന്ന് ആരെയും പോയി നന്നാക്കാൻ ശ്രമിക്കരുത്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഈ യുവാവ് എഴുന്നേൽക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ഒരു പ്രത്യേകത, യേശു ദൈവമാണ് എന്ന് ആകെ 1-2 വചനങ്ങളിൽ, യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-2 വചനങ്ങളിലേ കാണുന്നുള്ളൂ യേശു സ്വയം ഞാൻ ദൈവമാണെന്ന് പറയുന്നത്. മറ്റ് അവസരങ്ങളൊക്കെ യേശു ദൈവമാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മള് ജീവിക്കുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ യേശു ദൈവമാണെന്ന് ബൈബിളിലുണ്ടോ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അതിശയിച്ചു നിൽക്കും. ബൈബിളുണ്ട്. ഇനി യേശു ദൈവമാണെന്ന് ബൈബിൾ ഉള്ളതുപോലെ തന്നെ
യേശു ദൈവമാണ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചത്. യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അത് പ്രവാചകന്മാര് പൊതുവെ ചെയ്യുന്നൊരു കാര്യമല്ല, ഏതെങ്കിലും ഒരു സിദ്ധിയുള്ളവന് പറ്റുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന് മാത്രമാണ് ജീവൻ നൽകുവാനും ജീവൻ എടുക്കാനും അവകാശമുള്ളൂ. ഇത് ഇവിടെ നമ്മൾ കാണുകയാണ്. ഈശോ ഈ യുവാവിന്റെ ജീവൻ തിരികെ നൽകുകയാണ്, അവൻ എഴുന്നേൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുവാൻ, അഭിഷേകത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാൻ, അതിനുശേഷം നമുക്ക് ലഭിച്ച ഈ കൃപാവരങ്ങളിലൂടെ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ, അവരെ ദൈവസന്നിധിയിലേക്ക് അവരെ അടുപ്പിക്കുവാനുള്ള ഒരു പരിശ്രമം, അതിന് നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. നമ്മുടെ ജീവിത നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഏറ്റവും വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹം തീർച്ചയായും ദൈവം പരിഗണിക്കും, നമ്മെ അനുഗ്രഹിക്കും.